മതവിശ്വാസത്തെയും പുല്ലുപോലെ തള്ളിക്കൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമെന്ന അപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്ന ഒട്ടേറെ പെൺകുട്ടികളെ ഞങ്ങൾ കാണാറുണ്ട്. എന്നിട്ട് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലപ്പാൽ നൽകി രോഗം വരുമ്പോൾ ഒരു പോള കണ്ണടക്കാതെ പരിചരിച്ച മാതാവും പോറ്റി വളർത്തിയ പിതാവുമെല്ലാം തന്നെ വധിക്കുവാൻ ശ്രമിക്കുകയാണെന്ന നുണക്കഥകൾ പെറ്റീഷനിൽ എഴുതി ഒടുവിൽ കോടതിയുടെ അനുവാദത്തോടുകൂടി കാമുകന്റെ കരവും പിടിച്ച് മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ അവരുടെ ഹൃദയമിടിപ്പുകൾ ശ്രദ്ധിക്കാതെ ഏങ്ങലുകൾ ഗവനിക്കാതെ നന്ദികേടിൻ്റെയും ക്രൂരതയുടെയും പ്രതീകങ്ങളായി നടന്നു പോകുന്ന നന്ദികേടിൻ്റെ പ്രതീകങ്ങളായ ഒട്ടേറെ പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രേമത്തിൻ്റെ പനി പിടിച്ച് മതമുപേക്ഷിച്ചതിന് എന്തിനാണ് ഇസ്ലാമിനെയും ജിഹാദിനെയും ഇവർ പഴിക്കുന്നത്? ഇങ്ങനെ കോടതിയിൽ വരുന്ന ഒട്ടനവധി പെൺകുട്ടികൾ പർദ്ദ ധരിച്ചവരാണ്, മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. എന്നാൽ പ്രണയത്തിലൂടെ ഭർത്താവിനെ മനസ്സിലാക്കുകയും ഭർത്താവിലൂടെ മതത്തെ മനസ്സിലാക്കുകയും മതം അറിഞ്ഞ് മതം സ്വീകരിച്ചിട്ടുള്ള ഒട്ടനവധി പെൺകുട്ടികളുണ്ട്. അവരുടെ ധീരതയെ നാം അഭിനന്ദിക്കണം. ഇതിനൊന്നും ജിഹാദിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിക ദർശനം ന്യൂനതകൾക്ക് അതീതമാണ്, അത് അജയ്യമാണ്. നമുക്ക് ധനം കൊടുത്തോ കപടതയിലൂടെയോ പ്രണയം നടിച്ചോ ആരെയും ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിൽ പറയുന്നില്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, 2 പാതകളുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം. 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിൽ ഖുർആൻ എന്താണ് പറയുന്നത്? ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക, വിജ്ഞാനത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ അവരുമായി വാദപ്രതിവാദം നടത്തുക. അപ്പോൾ ക്ഷണിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? പ്രണയം നടിച്ചിട്ടല്ല, പാലും റൊട്ടിയും നൽകിയിട്ടല്ല. അങ്ങനെ നൽകുന്ന ആളുകളുണ്ട്, മറ്റു മതവിഭാഗങ്ങളാണ് എന്നേ ഉള്ളൂ. വിജ്ഞാനത്തിലൂടെ, മറ്റൊരു ഗ്രന്ഥവും പറയില്ല, വിജ്ഞാനത്തിലൂടെ ക്ഷണിക്കുക. ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ദർശനത്തിൻ്റെ അജയ്യതയാണ് കാരണം. എന്നിട്ട് അവരുമായി സ്നേഹസംവാദങ്ങളിൽ ഏർപ്പെടുക, താരതമ്യ പഠനം നടത്തുക. ഒരിക്കലും പറയാൻ പാടില്ലാത്ത മേഖലയിൽ നിന്ന് വന്നു ക്യാമ്പസുകളിൽ നിങ്ങൾ മതപ്രബോധനം നടത്തരുത് എന്ന്. കാലത്ത് പല്ല് തേക്കുവാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും, ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേസറും ആഫ്റ്റർ ഷേവിംഗ് ലോഷനും ഷേവിംഗ് ക്രീമും, കറിക്ക് ആവശ്യമായ കറി പൗഡറും, ചായ ഉണ്ടാക്കുവാൻ ആവശ്യമായ തേയിലയും, കറി പാകപ്പെടുത്തുവാനുള്ള കുക്കറും, താമസിക്കുന്ന വീടും സഞ്ചരിക്കുന്ന വാഹനവും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും വായിക്കുന്ന പത്രങ്ങളും ഗ്രന്ഥങ്ങളും കാണുന്ന ടെലിവിഷനും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെയും എല്ലാം താരതമ്യ പഠനത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന മനുഷ്യന് മാനവമോചനത്തിൻ്റെ പാത മാത്രം താരതമ്യ പഠനത്തിലൂടെ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ മതവിശ്വാസത്തെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞ ഭീഷണി കേട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം മതപ്രബോധനത്തിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹുവിനെയും പ്രവാചകനെയും ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചില്ലേ, ഓ പുതച്ചു മൂടി കിടക്കുന്നവനെ എഴുന്നേറ്റ് താക്കീത് ചെയ്യുക എന്ന്. അന്ന് ആ കൽപ്പന പ്രവാചകനോടായിരുന്നുവെങ്കിലും ആ കൽപ്പന എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ്. അനാഥനായി പിറന്ന് ദരിദ്രനായി വളർന്ന ആടുകളെ മേച്ച് ജീവിച്ച സാധാരണക്കാരനായ മനുഷ്യന് പറയാമായിരുന്നു, ഞാൻ ഒട്ടനവധി കഷ്ടത അനുഭവിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് പ്രബോധന പ്രവർത്തനത്തിന് ഇനി എനിക്ക് ഇറങ്ങാൻ സാധ്യമല്ല, ധനികയായൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് സന്തുഷ്ട ജീവിതം നയിക്കുകയാണ് എന്ന്. പ്രവാചകൻ അതല്ല ചെയ്തത്. പ്രബോധനത്തിൻ്റെ പ്രകമ്പനങ്ങളിലേക്ക് എടുത്തു ചാടി നാടും വീടുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം മക്ക വിജയവേളയ്ക്ക് ശേഷം എല്ലാ സൗകര്യങ്ങളും കരങ്ങളിൽ ഒതുങ്ങിയപ്പോഴും പ്രവാചകൻ ഒന്ന് സുഖമായിട്ട് ജീവിക്കാമെന്നല്ല കരുതിയത്, മറിച്ച് പൂർവാധികം ശക്തിയോടെ പ്രബോധന രംഗത്തിറങ്ങി. അന്നത്തെ ലോകമഹാശക്തികളായ റോമിലെയും പേർഷ്യയിലെയും ചക്രവർത്തിമാരെയും ഈജിപ്തിലെയും യമനിലെയും രാജാക്കന്മാരെയും എല്ലാം ഇസ്ലാമിലേക്കും സമാധാനത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് എഴുത്തുകൾ എഴുതി. അത്തരത്തിലുള്ളൊരു എഴുത്ത് ടർക്കിയിലെ തൊപ്കാപ്പി മ്യൂസിയത്തിൽ ഭദ്രമായി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സന്ദേശം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദിൽ നിന്നും
കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിക്കുന്ന ഹെറാക്ലിയസ് ചക്രവർത്തിക്ക് ഇസ്ലാം സ്വീകരിക്കുക, എന്നിട്ട് പ്രയോജകീഭവിക്കുക. അതിനുശേഷം സൂറ ആലു ഇമ്രാനിൽ നിന്നുള്ള വചനങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും എന്ന് പറയുന്ന വചനങ്ങൾ. അല്ലയോ വേദപുസ്തകക്കാരെ, നിങ്ങളും ഞങ്ങളും സമതയുള്ളൊരു പാതയിലേക്ക് വരുവിൻ. അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കുകയില്ല എന്നും അവനിൽ ആരെയും പങ്കുചേർക്കുകയില്ല എന്നും നമ്മിൽ നിന്ന് ആരെയും രക്ഷാധികാരിയായി സ്വീകരിക്കുകയില്ല എന്നും. എന്നാൽ അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ പറയുക ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന്. ഈ ചരിത്രരേഖ ഒരു ചില്ലുകൂട്ടിൻ്റെ ഉള്ളിൽ ഭദ്രമായി സംരക്ഷിച്ചു വെക്കുന്നതിൽ അപാകതയില്ല. എന്നാൽ അത് ലോക മുസ്ലിങ്ങളുടെ നിഷ്ക്രിയതയുടെ പ്രതീകമായി കൂടാ. വിടവാങ്ങൽ ഹജ്ജ് സന്ദേശത്തിൽ 1,00,000-ൽ പരം അനുയായികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ ചോദിച്ചില്ലേ, അലാഹൽ ബല്ലഗത്, ഞാൻ ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ലയോ? ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ എത്തിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിപ്പിച്ചില്ല. കൈകൾ ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. അവിടെയും പ്രവാചകൻ അവസാനിപ്പിച്ചില്ല. ജനങ്ങളോട് പറഞ്ഞു, ഫൽയുബല്ലിഗ ഷാഹിദു വൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യകാല മുസ്ലിങ്ങൾ എന്നെയും നിങ്ങളെയും പോലുള്ളവരായിരുന്നില്ല. അവർ മക്കയും മദീനയും വിട്ട് വിദൂരമായ പ്രദേശങ്ങളിൽ സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു. 10,000 ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ അവർ മരിച്ചു. അവിടെ തന്നെ ഖബറടക്കപ്പെട്ടു. മരിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ അവരും ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കും, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് എന്ന്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി നാം ചിന്തിച്ചു നോക്കുക. നാം പിന്നിട്ട ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വിലയിരുത്തിയാൽ എത്രയോ അമുസ്ലിങ്ങളുമായി നാം ബന്ധപ്പെട്ടിട്ടുണ്ട്. പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹപാഠികളാണ്, അധ്യാപകരാണ്, വിദ്യാർത്ഥികളാണ്. സൂര്യൻ്റെ കീഴിലുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലേ? സിനിമയെ സംബന്ധിച്ച്, രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, മാനവമോചനത്തിൻ്റെ പാതയായി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതാണ് യഹൂദൻ്റെ ഒരു ശവമഞ്ചം കടന്നുപോയപ്പോൾ പ്രവാചകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ആ യഹൂദൻ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് മുഹമ്മദ് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയുക എന്ന്. ഇതായിരുന്നു പ്രവാചകൻ്റെ ഭയമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആയിരക്കണക്കിന് ആളുകളായിരിക്കും എനിക്കും നിങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുക, ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് നാം ന്യൂനതകൾക്ക് അതീതമായ അജയ്യമായ ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കണം. ഒട്ടേറെ വെല്ലുവിളികളും വിമർശനങ്ങളുമുണ്ട്. എന്നാൽ ഒരു വെല്ലുവിളി മാത്രം പലപ്പോഴും മുസ്ലിങ്ങൾക്ക് നേരിടുവാൻ ബുദ്ധിമുട്ടാണ്. ആളുകൾ എൻ്റെയും നിങ്ങളുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഖുർആനിക പ്രവാചക കൽപ്പനകൾക്ക് അനുസൃതമായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഉത്തരമുണ്ടാകില്ല. അതാണ് ഒരു ചിന്തകൻ വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞത്. വിശ്വാസം എന്നാൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള സംസാരവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് എന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളായി തീരുവാൻ നാം ശ്രമിക്കുക. ഖുർആനിക പ്രവാചക കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഒരിക്കലും വെല്ലുവിളികളുടെയും വിമർശനങ്ങളുടെയും മുൻപിൽ നാം നിരാശരാവുകയോ പതറുകയോ വരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശിർക്കിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും കരാള ഹസ്തങ്ങളിൽ നിന്നും മോചിതരായ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം, ഇസ്ലാം അതിൻ്റെ അജയ്യത തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന്. ആ അജയ്യത തെളിയിക്കുവാൻ നാം നമ്മുടേതായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا